അപ്പൂസ് നമ്മളെവിടെ പോവാ? നമ്മുടെ എറണാകുളത്ത് ജോലി ചെയ്തായിരുന്നു. അപ്പോൾ സ്കോട്ട് കിഡ്സിലെ ഒരു ആൻറ്റിയുടെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ നമ്മൾ പോവാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ വണ്ടിയൊക്കെ നമ്മൾ തറവാട്ടിലാണ് നിർത്തിടാറ്. നമുക്ക് വണ്ടി ഡയറക്റ്റായിട്ട് വീട്ടിലേക്ക് വരില്ല, ബൈക്ക് വരും കേട്ടോ. നല്ല വെയിലാണ് കേട്ടോ. നമ്മൾ കല്യാണത്തിന് പോകാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. നമ്മളെ അനിയൻ്റെ വണ്ടി എടുത്തിട്ടാണ് പോണത് കേട്ടോ. നമ്മുടെ വണ്ടി കസിൻ അവനൊരു കല്യാണത്തിന് പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഇന്നോവയാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്നോവ എടുക്കണില്ല, ഇത്രയും ലോങ് പോകുന്നതുകൊണ്ടേ. അപ്പോൾ നമ്മൾ ഇന്നോവ എടുക്കണില്ല. അപ്പം നമ്മൾ അനിയൻ്റെ വണ്ടിയിലാണ് പോണത്. അതേ നമ്മുടെ വണ്ടിയൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. നമുക്ക് പോവാട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ കുറച്ച് പെട്രോൾ അടിക്കുന്നുണ്ട് കൊപ്പത്തുനിന്ന്. അവർ 2000 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മൾ പോവാണ്. ഇന്ന് എന്താണെന്നറിയില്ല കേട്ടോ. പൊന്നൂട്ടൻ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. കാരണം പൊന്നൂട്ടൻ ഇന്നോവ എടുത്തിട്ട് വരണം എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നോവ എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പൊന്നൂട്ടൻ ആകെ ഡൗൺ ആയി. നമ്മളങ്ങനെ ദേ ടോൾ, മറ്റേ പാലിയേക്കര ടോൾ ഉണ്ടല്ലോ, അവിടെ എത്തിയിട്ടോ. നമ്മളങ്ങനെ ടോളും കൊടുത്തിട്ട് നെക്സ്റ്റ് ഒരു ലൈനിലെത്തി നിർത്തിയിട്ടുണ്ട്. ടോൾ കൊടുത്ത് നമ്മളിതേ വീണ്ടും യാത്ര തുടരുകയാണ്. എന്താ അറിയില്ല, നമ്മൾ എറണാകുളത്ത് പോകുന്ന ശേഷം പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ പോണത് കേട്ടോ. ഇപ്പോൾ ഒരു 3 മാസം 3-4 മാസം ആയി അവിടെ നിന്ന് പോന്നിട്ട്. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഈ യാത്ര കേട്ടോ. നമ്മളവിടെ മാരേജിനാണ് പോകണമെന്നെങ്കിലും റിസപ്ഷനാണ് ശരിക്കും. നമുക്ക് 6 മണി മുതൽ 9 മണി വരെ ആയിരുന്നു. പക്ഷേ നമ്മൾ രാവിലെ തന്നെ പോയി. കുറച്ച് അവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് പിന്നെ 1-2 പേരെ മീറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഹൈവേ നമ്മൾ ടോൾ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഹൈവേയിൽ റോഡ് പണിയാണ്. മുമ്പ് നമ്മൾ പോകുന്ന പോലെയല്ല, ഇപ്പം അങ്ങനെ പെട്ടെന്ന് കൊച്ചിക്ക് എത്താൻ പറ്റും. ഈ റോഡ് പണി കൂടെയൊക്കെ കിടന്നിട്ട് വേണം പോകാൻ. അതേ നമ്മുടെ പൊന്നൂട്ടനെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാഡാണെന്ന്, ഒരു ഉഷാറില്ലാതെ അവൾ ഇങ്ങനെ കിടക്കുകയാണ്. സൈഡിൽ ദേ റോഡ് പണി JCB മാറിക്കൊണ്ടിരിക്കുന്നു. കണ്ടില്ലേ, അതിനുള്ള പൈസ കൊടുത്തിട്ട് ടോളും കൊടുത്തിട്ട് മൈലേജും ഇല്ലാതെ വണ്ടി ഓടിക്കുമ്പോൾ എന്താ ഈ സർക്കാർ കൂളായിട്ടൊന്നും ഓടിക്കാനും പറ്റുന്നില്ല. എന്താ മേൽപ്പാലം വരുന്ന ആവശ്യം എന്താണ്? സാധാരണ പോലെ സിഗ്നൽ ആക്കിയാൽ പോലെ മര്യാദയ്ക്ക് യാത്ര അവർക്ക് ഒരു തേങ്ങ ആൻസറായിട്ട് എപ്പോഴൊക്കെ കൊച്ചിയിൽ കഴിയും. ആകെ 1.5 മണിക്കൂർ പെട്ടെന്ന് 3 മണിക്കൂർ ഇപ്പം സമയം ഒരു 12:30 കഴിഞ്ഞ് 1 മണി ആവാനായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് വിശക്കൽ തുടങ്ങി. നമ്മൾ ചാലക്കുടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചാലക്കുടി ക്ലേ ഹൗസിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം ലഞ്ച് കഴിക്കാൻ. നമ്മളിവിടെ എപ്പോഴും എറണാകുളത്ത് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ക്ലേ ഹൗസ്. അപ്പോൾ നമുക്ക് അവിടെ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അവിടെ എറണാകുളത്ത് നിൽക്കുന്ന സമയത്തൊന്നും നമുക്കതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏതായാലും നമുക്ക് അവിടെ കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. നമുക്ക് നോക്കാം അവിടെ എങ്ങനെയുണ്ട് എന്ന്. എവിടെ മിറർ കണ്ടാലും ഞാനിങ്ങനെയാണ് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ദേ അപ്പോൾ കണ്ടില്ലേ, നമുക്ക് നിങ്ങളൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യാത്തവരൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി പ്ലേസാണ്. ചേട്ടനെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടോ. ഞങ്ങൾ ഫുഡിന് ഓർഡർ കൊടുത്തിട്ടില്ല, നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇത് നല്ല സീറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊന്നൂരിനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞു വന്നതേ, നമ്മുടെ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യാത്തവരൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അവിടുത്തെ ഫുഡ് ഞങ്ങൾ കഴിച്ച് ഞങ്ങൾക്ക് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള അത്ര ഡിഷസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓർഡർ ചെയ്ത സംഭവങ്ങൾ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് തിരക്കുന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു നമുക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വന്നിട്ട് നല്ല ഫുഡ് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കണം എന്നുള്ളവർക്ക് പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ക്ലേ ഹൗസ് ചാലക്കുടി. അപ്പോൾ വരാത്തവരുണ്ട് നൽകിയത് വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നല്ല അടിപൊളി പ്ലേസ് ആണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്ത സാധനം വന്നിട്ട് സൺ സൈഡ് അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തു, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാൻ അടിപൊളിയായിട്ടുണ്ട്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട്, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതെ, നമ്മുടെ പൊന്നുട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി അറ്റ്മോസ്ഫിയർ. അത് പിക്ചേഴ്സ് ആയാലും പെയിൻറ്റിങ്സ് ആയാലും ഒക്കെ എന്തോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഭയങ്കര നമുക്ക് തിരക്കൊന്ന് കൊഴിഞ്ഞിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്ലേസാണ്. പിന്നെ വന്നത് നമ്മുടെ പ്രോൺസ് നൂഡിൽസ് ആയിരുന്നു കേട്ടോ. പ്രോൺസ് നൂഡിൽസ് കുട്ടികൾ ഫസ്റ്റാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നൂഡിൽസ് കഴിക്കാറുണ്ട്, പ്രോൺസ് നൂഡിൽസ് ഫസ്റ്റാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ പൊന്നൂരിൻ്റെ സൺഡേ സൈഡ് കഴിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ നൂഡിൽസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. പ്രോൺസ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫിഷിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് പ്രോൺസ് കക്ക, അങ്ങനത്തെ ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. പൊന്നൂരിൻ്റെ ഫേവറേറ്റ് ആണ് കക്ക. പിന്നെ ദൈവം കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏട്ടൻ വന്നിട്ടില്ല കേട്ടോ, അപ്പോൾ എത്തും. അപ്പോൾ അപ്പൂന് ക്യാപ്സിക്കം ഇഷ്ടമാണ് കേട്ടോ, ക്യാപ്സിക്കം ഭയങ്കര ഇഷ്ടമാണ് അപ്പൂന്. അപ്പോഴേ നമ്മുടെ ക്ലേ ഹൗസിൽ വിസിറ്റ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യാം കേട്ടോ. അടിപൊളി ഫുഡാണ്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത്. പിന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി. അങ്ങനത്തെ കാം ആൻഡ് ക്വയറ്റ് പ്ലേസിലിരുന്ന് കഴിക്കണം എന്നുള്ളവർക്ക് പറ്റിയ അടിപൊളി സ്പോട്ടാണ്. പിന്നെ അത് നമ്മുടെ പൊറോട്ട എത്തിയിട്ടുണ്ട്, കഴിക്കുന്നുണ്ട് നമ്മൾ പൊറോട്ടയും പിന്നെ ബീഫ് കോക്കനട്ട് ഡ്രൈ ഫ്രൈ അതുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടിപൊളിയാണ്, ബീഫ് അടിപൊളിയായിരുന്നു, പൊറോട്ട അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് പ്രോൺസിൻ്റെ നൂഡിൽസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ട്രൈ നോക്കാം. കളറോ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ അപ്പം പറഞ്ഞ കേട്ടോ പ്രോൺസിൻ്റെ നൂഡിൽസ് ഓർഡർ ചെയ്തത്. നമുക്കോ പൊറോട്ട ബീഫ് കോക്കനട്ട് ഫ്രൈ ആണ് കേട്ടോ. ബീഫ് കോക്കനട്ട് ഫ്രൈ ആണ്. ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈഡ് റൈസ് നല്ല കഴിക്കാറില്ല. ബീഫ് അടിപൊളി. ലാസ്റ്റ് നമ്മളെ ഒരു ഫ്രഷ് ലൈമും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് വേണ്ടി പറഞ്ഞതാണ്, അവരത് അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ കിട്ടോ കുട്ടികളെ കഴിക്കണേ ആരുള്ളത്. അങ്ങനെ കാക്കനാട് എത്തിയിട്ടോ. നമ്മുടെ അപ്പൂൻ്റെ സ്കൂള് ദേ ഇവിടെ അടുത്താണ്, കാണിച്ചു തരാവേ. അപ്പം അവൾ സ്കൂളിലേക്ക് കയറണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് അവിടെ വേറെ ആരുമില്ല, ഹെഡ് മാസ്റ്റർ കാർ മാത്രമേ കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ കയറിയില്ല. ഇതാണ് അവർ പഠിച്ച സ്കൂൾ കേട്ടോ. പിന്നെ അതേ നമ്മൾ ഫസ്റ്റ് പോണത് നമ്മൾ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ട് മൂന്ന് പേരുണ്ട്. അപ്പോൾ അവരെ മീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ വർക്ക് ചെയ്ത് തരുന്ന നമ്മുടെ ഡേ കെയറിലൊന്ന് പോകണം എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ മാരേജുള്ള ആളുടെ വീടും ഇവിടെ തന്നെയാണ്, ഈ റൂട്ട് തന്നെയാണ്. അപ്പം നമ്മളതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഡേ കെയറിൻ്റെ ഓണറാണ് കേട്ടോ. അങ്ങനെ പറയണ്ട, നമ്മുടെ ചേച്ചിയാണ്. നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കേട്ടോ ഫ്രഷായി ഡ്രസ്സൊക്കെ എൻ്റെ കോസ്റ്റ്യൂം അതാണ്. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് മാരേജിന് പോയി കേട്ടോ. ഇയാൾ ഫർസാന കേട്ടോ, എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്കോട്ട് കിഡ്സിൻ്റെ ടീം കേട്ടോ. ടീം എന്ന് പറയുമ്പോൾ അതിൽ ഞാനില്ല കേട്ടോ, ഇവർ 3 പേരും, നമ്മുടെ ചേച്ചിയും പിന്നെ അവരുടെ 2 സ്റ്റാഫുകളും. പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. അതൊക്കെ നമ്മുടെ ചേച്ചി എടുത്ത് തന്ന ഫോട്ടോസാണ് കേട്ടോ. ദേ നമ്മുടെ മാം എന്ന് വിളിക്കില്ല, ചേച്ചീനെ വിളിക്കുള്ളൂ. നമ്മുടെ പിള്ളേരൊക്കെ ഇരുത്തി ഫോട്ടോ എടുത്തു. നമ്മുടെ പിള്ളേർ ചേച്ചീനെ ഉമ്മി എന്നിട്ട് വിളിക്കുക. നമ്മുടെ പിള്ളേർ മാത്രമല്ല, ഡേ കെയറിലെ പിള്ളേർ ഫുൾ അങ്ങനെയാണ് വിളിക്കുക.
അപ്പോൾ ഉമ്മയുടെ കൂടെ ഫോട്ടോ എടുത്തു, പിന്നെ എൻ്റെ കുറച്ച് പിക്സ് എടുത്ത് തന്നു. പിന്നെ നമ്മളങ്ങനെ മാരേജിന് പോയി. അവിടെ നിന്ന് റിസപ്ഷൻ നമ്മൾ ചെല്ലുമ്പോഴേക്കും ഇച്ചിരി ലേറ്റ് ആയിട്ടോ. പിന്നെ കല്യാണമാണെങ്കിൽ പിന്നെ നോക്കണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ കല്യാണം പൊളിച്ചെടുക്കുമല്ലോ. അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അവരൊരു സർപ്രൈസും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കല്യാണപ്പെണ്ണിനും കല്യാണച്ചക്കനും ഒരു എല്ലാവരും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റാണ് അവർ കൊടുത്തത് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഗിഫ്റ്റ്. മാൽദീവ്സിലേക്കുള്ള 2 ടിക്കറ്റാണ് ഗൈസ് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് അവർക്ക് എടുത്തുകൊടുത്തിരിക്കണം. പിന്നെ അവിടുത്തെ ഫുഡ് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ബിരിയാണിയും പിന്നെ ചിക്കൻ കടായി ആയിരുന്നു ഉണ്ടായിരുന്നത്. പൊന്നോട്ടിനൊക്കെ നല്ല അടിപൊളിയായിട്ട് ബിരിയാണി കഴിച്ചു കേട്ടോ. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ടൈം 9:30 ആയപ്പോഴാണ് ഞങ്ങൾ കഴിക്കായിരുന്നത്. നല്ല തിരക്കുള്ള കല്യാണമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളവിടെ സ്റ്റേജിൽ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഈ സൺഡേ അങ്ങനെ കഴിഞ്ഞു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.